ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ന്യൂ ചാപ്റ്റർ ഓഫ് ലിറ്റ്സ് ഡയറി. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്, നമ്മുടെ ഒരു ഫാമിലി വ്ളോഗാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മുടെ ഏകൻ കുട്ടനുണ്ട് ഇവിടെ. നമ്മൾ ഏകുമായിട്ടത് പുറത്തു പോകാൻ പോവാണ്. എവിടെയാണെന്നൊക്കെ നമ്മൾ വഴി വെച്ച് പറയാം. ആദ്യം നമുക്ക് ഇവിടെ സ്നോ ആയിരുന്നു. ഈവൻ വിൻ്റർ സമയം ഈ ആഴ്ച ഈ സൺഡേയിൽ നമുക്ക് ഇവിടുത്തെ ബ്രിട്ടീഷ് ടൈം മാറുവാണ്, സമ്മർ ടൈം ആകുവാണ്. അതായത് ഇവിടെ സമ്മർ ആവാൻ തുടങ്ങുവാണ്. പക്ഷേ എന്നിട്ടും ഇന്ന് ഇവിടെ സ്നോ ആയിരുന്നു. ഏകുവിൻ്റെ ഫസ്റ്റ് സ്നോ ആയിരുന്നു ഇന്ന്. പക്ഷേ ഏകുവിനെ പുറത്തിറക്കാനൊന്നും പറ്റത്തില്ല. ഇത്രയും ഒരു 1 month പോലും ആയിട്ടില്ല ബേബിക്ക്. അപ്പം അതുകൊണ്ട് നമ്മൾ പുറത്തൊന്നും ഇറക്കിയില്ല, ജനലിൽ കൂടെ കയറി കാണിച്ചു. അപ്പം ഇപ്പം നമ്മൾ ഏകുവിനെ കൊണ്ട് പുറത്ത് പോകാൻ പോവുക. അപ്പം ജാക്കറ്റൊക്കെ ഇട്ടിട്ട് വേണം കൊണ്ടുപോകാനായിട്ട്. ഏകുവിൻ്റെ ഔട്ട്ഫിറ്റ് കണ്ടില്ല, പകുതി കയറ്റിപ്പോയി. ഇതാണ് ഏകുവിൻ്റെ ഔട്ട്ഫിറ്റ്. ഏകുവിൻ്റെ ആൻറ്റി കൊണ്ടുവന്ന ഔട്ട്ഫിറ്റാണിത്, അല്ലേ? ആൻറ്റി തന്ന ഔട്ട്ഫിറ്റാ. ചേട്ടനില്ല, ചേട്ടൻ സ്കൂളിൽ പോയിരിക്കുകയാണ്. അപ്പം ചേട്ടനെ അമ്മച്ചി വിളിച്ചുകൊണ്ട് വരും സ്കൂളിൽ നിന്ന്. അപ്പം നമ്മൾ പോകുന്നു. അപ്പം എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഏകു ജനിച്ച ഹോസ്പിറ്റലിലോട്ടാണ് പോകുന്നത്. ഹോസ്പിറ്റൽ കാണാൻ പോവുമല്ല, ഏകുവിന് ഇന്ന് ഫസ്റ്റ് വാക്സിനേഷൻ ഉണ്ട്. നമ്മൾ കുത്തിവെക്കാൻ പോവുക, കുഞ്ഞിന് കുത്തിവെക്കും. അപ്പം ഇന്ന് ഇവിടെ BCG വാക്സിനേഷൻ എടുക്കും. അപ്പം നമ്മൾ എത്നിസിറ്റി ഏഷ്യൻ ആയതുകൊണ്ട് ഇവിടെ BCG വാക്സിനേഷൻ നമുക്ക് എടുക്കുന്നതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവുക. അപ്പോൾ ഹോസ്പിറ്റലിലാണ് BCG വാക്സിനേഷൻ. പിന്നെ അത് കഴിഞ്ഞുള്ള വീക്കിലെ വാക്സിനേഷൻ എല്ലാം GP വഴിയായിരിക്കും. അയ്യോ ഇല്ല. അപ്പം നമുക്ക് കാർ സീറ്റിലൊക്കെ ഇരുത്തി നമുക്ക് പോവാം. ചൂടാ. അപ്പം നമുക്ക് പോകുന്ന വഴിക്കെല്ലാം വിശേഷങ്ങളെല്ലാം പറഞ്ഞു ഒക്കെ പോവാം. ഇപ്പം നമ്മൾ ഫീഡ് ചെയ്തിട്ടുണ്ട്. ഫീഡ് ചെയ്ത് ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ കാർ സീറ്റിലോട്ട് കിടത്തിയത്. അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു 30 minutes ഉണ്ട് ഹോസ്പിറ്റലിലോട്ട് ഡ്രൈവ്. ഇടയ്ക്ക് വെച്ചെങ്ങാനും കരഞ്ഞാൽ നമുക്ക് പ്രശ്നമാണല്ലോ. ഇല്ല, ഈ ബ്ലാങ്കറ്റ് എടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫീഡ് ചെയ്തിട്ടൊക്കെ കൊണ്ടുപോകുന്നത്. ഇന്ന് രാത്രി ശിവരാത്രി ആയിരിക്കും, കാരണം നല്ല കരച്ചിലായിരിക്കും. വാക്സിനൊക്കെ എടുത്തിട്ട് BCG ആകുമ്പോഴത്തേക്കും നല്ലതായിട്ട് പോയി. അതല്ലെങ്കിൽ പിള്ളേരെല്ലാവരും അങ്ങനെയാണല്ലോ, കാർ സീറ്റിൽ കിടക്കുമ്പോഴത്തേക്കിനും പിള്ളേർ ഉറങ്ങും. ഡ്രൈവിന് പോകുമ്പോഴും പിള്ളേർ ഉറങ്ങും. അങ്ങനെയാണല്ലോ. ഏകുവിനെ കാണിച്ചു തരാവേ. കണ്ട, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സ്ലീപ്പ് റിഗ്രഷൻ ഉണ്ട് ഏകുവിന്. ഇപ്പം 4 weeks ആയിട്ടില്ല ഇതുവരെ. അപ്പം സ്ലീപ്പൊക്കെ കുറയുന്നുണ്ട്. അതുപോലെ തന്നെ അവന് ഗ്യാസിൻ്റെ കോളിക് പെയിന് അങ്ങനത്തെ പ്രശ്നങ്ങളും നല്ലോണം ഉണ്ട്. അപ്പോൾ രാത്രിയിലൊക്കെ ഒരു വെളുപ്പാങ്കാലം ആകുമ്പോഴത്തേക്കിനും ആൾ എഴുന്നേറ്റിരുന്നിട്ട് നല്ലോണം കരച്ചിലും പിന്നെ ഇങ്ങനെ ഒരു ഭയങ്കര ഒരു ഡിസ്കംഫോർട്ടൊക്കെ അവന് നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മൾ നല്ലോണം ഒരു ടമ്മി ടൈമൊക്കെയാണ് അതിന് പറയുന്നത്. പിന്നെ നമ്മൾ ഒരു ഇൻഫാക്കോൾ എന്ന് പറഞ്ഞൊരു മെഡിസിൻ കൊടുക്കുന്നുണ്ട്. അതെന്ന് പറയുന്നത് കോളിക് പെയിനുള്ള മെഡിസിനാണ്. അപ്പോൾ അത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ടമ്മി ടൈം കൊടുക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞു എക്സസൈസസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യിപ്പിച്ച് ഗ്യാസൊക്കെ കളയുന്നുണ്ട്. എന്നാലും നല്ലോണം കുഞ്ഞിന് ബുദ്ധിമുട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സോക്സ് എടുത്തിട്ട് പോവാം.
അപ്പോൾ നമുക്ക് പതുക്കെ ഇറങ്ങി ഹോസ്പിറ്റലിലേക്ക് പോവാം. ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഇനി ബാക്കി വിശേഷം. എന്താ മറ്റേ ഹെയ്ഡിന് വാങ്ങിച്ച അങ്ങനത്തെ അല്ലേ? ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഒരെണ്ണം വാങ്ങണം. പിന്നെ ആട്ടുന്നത് ഭയങ്കര ഇഷ്ടമാ. കയ്യിലിരുന്നാണെങ്കിലും ആട്ടിയാ ഭയങ്കര ഇഷ്ടമായിട്ട് കിടന്നുറങ്ങിക്കോളും. ഇപ്പൊ നമ്മള് റെഡി ആയിട്ട് ഇറങ്ങി ഹോസ്പിറ്റലിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഏകു ബാക്കിൽ സീറ്റിലുണ്ട്. ഓക്കെ, അവൻ ഉറങ്ങി, ഇപ്പോൾ സെറ്റിലായിട്ടുണ്ട്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. മറ്റു സംഭവമാണോ? അതിങ്ങനെ പേടിപ്പിച്ചോണ്ടേ ഇരിക്കും. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ ഏട്ടായി? അല്ല, ഇപ്പൊ നമ്മളില്ലേ 2 ഡെലിവറി കഴിഞ്ഞല്ലോ. 2 ഡെലിവറി നേരിട്ട് കണ്ട ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ചേട്ടയ്ക്ക് എന്താ തോന്നുന്നത്? അങ്ങനെയല്ല, ഇപ്പം കുഞ്ഞ് വരുന്നത് കണ്ടു, എൻ്റെ ഡെലിവറി പെയിൻ കണ്ടു, സ്റ്റിച്ച് ഇടുന്നത് കണ്ടു, ഈ ലേബർ റൂം കണ്ടു. അതൊക്കെ ഒരു ന്യൂ എക്സ്പീരിയൻസ് അല്ലേ? കണ്ടിന്യൂ ചെയ്യണം. എനിക്ക് വീണ്ടും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണം. അതിന് തമ്മിലുണ്ടായിരുന്ന വ്യത്യാസം എന്തായിരുന്നു? ഹെയ്ഡു വന്നതും ഏകു വന്നതും അത് രണ്ടും സെയിം ആയിരുന്നോ അതോ എന്തെങ്കിലും? എവിടെ ബെഡ് ഉണ്ടായിരുന്നു? ശരി. ഇതൊക്കെയാണോ ഒരു എന്തോന്നിടേ ഇങ്ങനെ പറയുന്നേ? നീ കാര്യമായിട്ട് പറ. ഇങ്ങനെ ഇതാണോ ശരിക്കും? ഇത്രേ ഉള്ളായിരുന്നോ? അതായത് ഹെയ്ഡു പുറത്തോട്ട് വന്ന് ഹെയ്ഡുവിനെ ആദ്യമായി കണ്ടു, ആ ഒരു എക്സ്പീരിയൻസും ഏകു വന്ന് ഏകുവിനെ കണ്ട ഒരു എക്സ്പീരിയൻസും തമ്മിൽ എന്തായിരുന്നു? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരുന്നോ? എന്തായിരുന്നു ഇമോഷൻ? എന്തായിരുന്നു? ഉറക്കെ പറ. ഹെയ്ഡു വന്നപ്പോ കുറച്ചുകൂടി ഇമോഷൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം ഉള്ള എന്റെ എക്സ്പീരിയൻസ് ആയിരുന്നു. കുഞ്ഞാദ്യമായി പുറത്ത് കണ്ടപ്പോൾ ഉള്ള ആ ഒരു എക്സ്പീരിയൻസ് നല്ലായിരുന്നു. വേഗം അപ്പൊ എനിക്ക് ഓൾറെഡി അറിയാമല്ലോ ഇങ്ങനെയാണ് കുഞ്ഞ് പുറത്ത് വരുന്നത്, ഇത്ര എന്തൊക്കെയാണ് ഇനി ചെയ്യേണ്ടത് പഠിച്ചു. എനിക്ക് കുഞ്ഞിനെ എടുക്കാൻ അറിയില്ലായിരുന്നു ഹെയ്ഡുവിന്റെ സമയത്ത്. പക്ഷെ ഏകന്റെ സമയത്ത് എനിക്കറിയായിരുന്നു. അത് പറഞ്ഞ് ഇച്ചിരി റിലക്റ്റഡ് അല്ലായിരുന്നു എടുക്കാനായിട്ട്. എന്നാലും എടുത്തില്ലേ? എടുത്തു. ബാക്കി രണ്ടിനെയും എന്റെ ഡെലിവറി കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? എന്തായിരുന്നു? എന്ത് ദുഷ്ടനാണെന്ന് നോക്ക്. ഇത്രയും വേദന സഹിച്ചിട്ട് അത് പറ, കണ്ടിട്ട് എന്ത് തോന്നി? ഇച്ചിരി പാവം തോന്നി. പ്രസവിച്ചു കഴിഞ്ഞാൽ നിന്റെ സോങ് അതൊക്കെ എന്ത് പാവം തോന്നിയത്? ഇത്രയും വേദന എടുക്കുന്നുണ്ടല്ലോ എന്നുള്ള പാവം തോന്നി. പിന്നെ നിന്റെ പഴയ സ്വഭാവം ഇങ്ങനെ ആലോചിച്ചപ്പോ സാരമില്ലെന്ന് തോന്നി.
ഏതായിരുന്നു ഗുഡ് എക്സ്പീരിയൻസ്? ഫസ്റ്റ് ഡെലിവറിയുടെ ആയിരുന്നോ സെക്കൻഡ് ഡെലിവറി? സെക്കൻഡ് ഡെലിവറി ആയിരുന്നു. ഫസ്റ്റ് ഡെലിവറി ലോങ് ആയിരുന്നു. സെക്കൻഡ് ഡെലിവറി പെട്ടെന്ന് കഴിഞ്ഞില്ല. അപ്പൊ അതായിരുന്നോ നല്ല എക്സ്പീരിയൻസ്? കൊറേ നേരം വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടതുകൊണ്ടായിരുന്നു. അല്ല, അത്രയും നേരം നീ വേദന സഹിക്കണ്ടല്ലോ, അതുകൊണ്ട് വെച്ച് പറഞ്ഞത്. അങ്ങനെ. പക്ഷെ ഞാൻ 13 മണിക്കൂർ കൊണ്ട് സഹിച്ച വേദന ആ 2.5 മണിക്കൂർ കൊണ്ട് എനിക്കറിയാൻ പറ്റില്ലല്ലോ. എന്ത് വേദന? അത്രയും വേദന നീ ഒരുമിച്ച് സഹിക്കുക. രണ്ടായാലും നീ എന്ന് കഴിയുന്നു. അല്ല, പക്ഷെ ഞാൻ ഫസ്റ്റ് ആയിരുന്നപ്പോഴത്തേക്കിനും അത്രയ്ക്ക് കരയുകയും ബഹളം വെക്കുകയൊന്നും ചെയ്തില്ലായിരുന്നല്ലോ. സെക്കൻഡിലായിരുന്നല്ലോ ഞാൻ ശരിക്കും ഞാൻ കൂവിന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു രണ്ടാമത്തേന്. അത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ഞാൻ ചത്തുപോവോ എന്നൊക്കെ തോന്നി. എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഇരിക്കുമ്പോൾ കിടക്കാൻ തോന്നുന്നു, കിടക്കുമ്പോൾ ഇരിക്കാൻ തോന്നുന്നു, നിൽക്കാൻ തോന്നുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ അത് കണ്ടിട്ട് മറ്റേത് ഓർമ്മയുണ്ടായിരുന്നു. എന്റെ ഫസ്റ്റിൻ്റെത് ഓർമ്മയുണ്ടായിരുന്നോ? പിന്നെ നീ എന്നാ ചേട്ടായിക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അല്ല, എന്നോട്. കാണണമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഒരു പേടി സ്വപ്നമാണ്. ഇല്ല, പോണ്ട. എനിക്കിഷ്ടമാണ്, പക്ഷെ എനിക്കിനി അത് താങ്ങാനുള്ള ഒരു ശക്തി ഉണ്ടാവുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ ഉണ്ടാവും, സത്യമാണ്, അതൊക്കെ ഉണ്ടാവുന്നതാണ്. പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ. അയ്യോ വേണ്ട. കുറെ നാളുകൾക്ക് ശേഷം ഞാൻ പ്രായമാവും. ഇപ്പൊ തന്നെ 32 വയസ്സായി. ഇനിയിപ്പം എനിക്ക് ഏഗുവിന്റെ സമയത്ത് എനിക്ക് ഇച്ചിരി കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കിനും, അതായത് ഒരു 6 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും അവന്റെ തല താഴെ എനിക്ക് ഫീൽ ചെയ്യായിരുന്നു. എനിക്ക് സത്യമായിട്ട് എൻ്റെ തല താഴെ മുട്ടുന്നതായിട്ട് എനിക്ക് അങ്ങ് നല്ലോണം ഇറങ്ങിയായിരുന്നു അവൻ താഴോട്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം. പക്ഷെ ഹെയ്ഡുവിൻ്റെ സമയത്ത് എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഞാൻ ഭയങ്കര ആക്റ്റീവായിരുന്നു, ഓടി ചാടി നടക്കുമായിരുന്നു. ഡെലിവറിയുടെ സമയത്ത് പോയപ്പോഴാണെങ്കിലും എനിക്ക് ഇവൻ്റെ സമയത്ത് ഞാൻ ഡെലിവറിക്ക് പോയപ്പോൾ ഞാൻ നല്ല ആക്റ്റീവൊക്കെ ആയിരുന്നു. പക്ഷെ എന്നാലും വേദന അതികഠിനമായിരുന്നു. എനിക്ക് തോന്നുന്നില്ല. പിന്നെ വേറെ എന്താ? ഇത്രയും ദിവസം ഏകു ജനിച്ചിട്ട് ഇത്രയും ദിവസമായില്ല. ഇപ്പം ഇന്നത്ര 25 ദിവസമായി ഏകു ജനിച്ചിട്ട്. ഈ ദിവസത്തിലെ ഇത്രയും എക്സ്പീരിയൻസും ഹെയ്ഡുവിൻ്റെ ജനിച്ച സമയം തൊട്ട് ഉള്ള സമയങ്ങളുണ്ടല്ലോ, ഈ ഫസ്റ്റ് ഫ്യൂ വീക്സ്, അത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിനും എന്റെ വ്ലോഗില് എന്റെ കൂടെ ഇരിക്കുന്നവരോട് ക്വസ്റ്റ്യൻ ചോദിക്കാന്നുള്ളത്. ഞാൻ വണ്ടി ഓട്ടിക്കുകയാണ്, എനിക്ക് വേറെ എങ്ങും പോയിരിക്കാൻ പറ്റത്തില്ല. പറ, രണ്ട് എക്സ്പീരിയൻസ് തമ്മിൽ എന്താ തോന്നുന്നത്? സമയത്ത് ഭയങ്കര ബഹളമായിരുന്നു. അതൊന്നും ഉറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. ഫുൾ ടൈം കഴിച്ചിട്ടായിരുന്നു രാത്രി 3 മാസത്തേക്ക്. അത്ര ഇല്ല, കാരണം ഞാൻ കൂടെയാണ്. അപ്പൊ ആദ്യത്തെ പ്രസവത്തിനകത്ത് ഞാൻ കൂടെ ഇല്ല. അപ്പൊ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. 11:45 നമുക്ക് അപ്പോയിൻമെന്റ്. 11:45 ആണ് ഹെയ്ഡുവിന്റെ സ്കൂള് തീരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോഴും അവനെ അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഞങ്ങള് ഹെയ്ഡുവിന്റെ അമ്മച്ചിയെ പിക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഹെയ്ഡുവിന്റെ ഗ്രാൻഡ് മദർ. ഇവിടെ എല്ലാം ചെറി ബ്ലോസം ഒക്കെ പൂത്തിട്ടുണ്ട്. ഇത് ഇവിടെ അടുത്തൊന്നും കാണിക്കാനില്ല. അവിടെ ഒരു പാർക്കിലുണ്ടായിരുന്നു, പക്ഷെ അത് കഴിഞ്ഞു പോയി. ഞാൻ കാണിക്കാൻ പറഞ്ഞു. സിഗ്നൽ വെക്കാൻ പോകുന്ന
പോകുന്നതേ ഉള്ളവർ. ഇപ്പം ചെറുതായിട്ട് സ്നോ പെയ്യുന്നുണ്ട്. ഈ പുള്ളിക്കാരൻ ഒരു മനുഷ്യനാണെന്ന് തോന്നുന്നില്ല, അനങ്ങാതെ നിൽക്കുന്നു, എന്തോ ഒരു സ്റ്റാച്യു പോലെ തോന്നുന്നത്. ഓക്കെ, ഇടയ്ക്ക് സ്നോ പെയ്യുന്നുണ്ട്. അത് കണ്ടോ, നല്ല ഭംഗിയുണ്ട്. ഇടയ്ക്ക് മഞ്ഞ് പെയ്യുന്നുണ്ട്, ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്, ഇടയ്ക്ക് വെയിൽ വരുന്നുണ്ട്. ഒരു പ്രത്യേക തരം ക്ലൈമറ്റ് ആണ് ഇന്നത്തെ ക്ലൈമറ്റ്. പക്ഷെ മഞ്ഞത്ത് കുറുക്കനെ കല്യാണം ഉണ്ടോ? മഞ്ഞും മഴയും വെയിലും കൂടെ. നമ്മുടെ നാട്ടിൽ മഞ്ഞില്ലാത്തതുകൊണ്ടാണ് അന്ന് അവരങ്ങനെ പറഞ്ഞത്. മഴയും ഈ നാട്ടിലായിരുന്നു ആ കഥയെങ്കിൽ അവർ പറഞ്ഞായിരുന്നു. സ്റ്റേഡിയം അല്ല, സ്റ്റേഡിയം അവരുടെ ക്യാമ്പസാണ്. ഓക്കെ, അല്ല അതാണ് സ്റ്റേഡിയം. അത് എറ്റിഹാദ് സ്റ്റേഡിയം ആണ് അത് കേട്ടോ, നമ്മുടെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ. അയ്യോ, കാണാൻ പറ്റുന്നില്ല. ഇങ്ങനെയാണ് കൊണ്ടുവന്നത്. എന്നെ പൊക്കി പിടിച്ചാലും കാണാൻ പറ്റൂല. ആ കാണുന്ന സ്റ്റേഡിയം അതാണ് എറ്റിഹാദ് സ്റ്റേഡിയം. പേര് കാണാൻ പറ്റും. പേര് കാണാം കേട്ടോ, ചെറുതായിട്ട് കാണാം. എറ്റിഹാദ് സ്റ്റേഡിയം. പിന്നെ ഇവിടെ ജോയി സ്റ്റേഡിയം ഉണ്ട്. ഇത് ജോയി സ്റ്റേഡിയം. നമ്മൾ ഇതുവഴിയാണ് പോകുന്നത്. മാഞ്ചസ്റ്റർ സിറ്റി. ഇന്ന് വലിയ തിരക്കില്ലല്ലേ? 11 മണിയൊക്കെ ആയി, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അല്ലെങ്കിൽ സാധാരണ ഇതുവഴിയൊക്കെ വരുമ്പോഴത്തേക്കിനും ഒടുക്കത്തെ തിരക്കാണ്. നമ്മൾ പുറയിൽ മറ്റേ മിറർ വെച്ചിട്ടില്ല ഇതുവരെ, അത് വെക്കണം. എന്നാലും നമുക്ക് കുഞ്ഞ് എവിടെ എന്താണ് ചെയ്യുന്നതെന്ന് കാണാൻ പറ്റും. ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിനും ഞാനിനി ബാക്കിൽ ഇരുന്ന് വേണം വരാനായിട്ട്. അവന് ഇഞ്ചക്ഷൻ കൂടെ എടുത്തിട്ട് വരുന്നത് കൊണ്ട് എന്തെങ്കിലും ഉറപ്പായിട്ടും കരച്ചിലൊക്കെ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഞാൻ ബൈക്കിൽ ചെയ്യും. നമുക്ക് എന്നാന്ന് വെച്ചാൽ ഇവിടെ നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂളാണ്. നമുക്ക് ഇതിൽ ഇരിക്കണമെന്ന്. എന്താ കാർ അല്ല, ഇടയ്ക്ക് വെച്ച് സിറി കയറി വന്നു, അതുകൊണ്ട് വീഡിയോ കട്ടായി പോയി. ഓക്കെ, കാർ സീറ്റ് ഇരിക്കണമെന്ന്. അപ്പോൾ കാർ സീറ്റിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുമല്ലോ. അത് നല്ലൊരു നിയമമാണ്, കാരണം കുഞ്ഞുങ്ങളുടെ സേഫ്റ്റിയാണ്. പിന്നെ ഈ ഏജിൽ നമ്മൾ റെയർ വ്യൂ ആയിട്ടാണ് ഇരുത്തേണ്ടത് കുഞ്ഞിന്. ഒരു 1.5 വയസ്സ് അല്ലെങ്കിൽ 15 kg ആണെന്ന് തോന്നുന്നു. അങ്ങനെ അത്രയായാൽ മാത്രമേ നമുക്ക് ഫ്രണ്ട് മുന്നിലോട്ട് നോക്കി കുഞ്ഞുങ്ങളെ, അതായത് നമ്മളിപ്പോൾ ഇരിക്കുന്നത് പോലെ ഇരുത്താൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു വേണം ഇരുത്താനായിട്ട്. കുഞ്ഞുങ്ങൾ സീറ്റിൻ്റെ ഇങ്ങോട്ടേക്ക് ഫേസ് ചെയ്താണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണണമെങ്കിൽ, നമ്മൾ ഫ്രണ്ടിൽ ഇരിക്കുകയാണെങ്കിൽ കാണണമെങ്കിൽ നമ്മളിവിടെ ഒരു മിറർ വെക്കണം, എന്നാലും കുഞ്ഞുങ്ങളെ കാണാൻ പറ്റും. അത് നമ്മൾ വെച്ചിട്ടില്ല, നമുക്ക് വെക്കണമായിരിക്കും. ഇവനെ ഇങ്ങോട്ട് ഒരുപാട് നമ്മളങ്ങനെ പുറത്ത് പോകുന്നില്ലല്ലോ ഇപ്പം, അതുകൊണ്ടാണ് നമ്മൾ ഇതുവരെ വെക്കാഞ്ഞത്. പിന്നെ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മളിങ്ങനത്തെ നല്ല നല്ല വീഡിയോസ് നമ്മൾ ഇനിയും കൊണ്ടുവരും. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസിന് സജഷൻസ് ഉണ്ടെങ്കിലും പറയാം, നമ്മൾ അതിനനുസരിച്ചിടാം. ചേട്ടാ ഇങ്ങനെ പറയാം. നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി കേട്ടോ. ഇനിയിപ്പം ഇവിടുത്തെ മൾട്ടി സ്റ്റോറി കാർ പാർക്കിൽ നിന്ന് ഇവിടെ ഹോസ്പിറ്റലിലോട്ട് എത്താനായിട്ട് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ഇത്രയും തണുപ്പ് കുഞ്ഞിനെ കുളിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നെയും കുഞ്ഞിനെയും കൂടെ ഇവിടെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ ഇറക്കിയിട്ട് കാർ പാർക്കിങ്ങിൽ പോയി കാർ പാർക്ക് ചെയ്തിട്ട് അച്ചു വരും. അപ്പം അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് ഇവർ വരുന്നിടം വരെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കും.
പോലീസുകാരൊക്കെ പോകും. ഞാൻ കൈ കാണിച്ചു പൊട്ടും. അല്ല, ഞാൻ ഫോൺ പൊക്കി വെച്ചതുകൊണ്ട് താത്ത് വെച്ചതാണ്. അവര് വിചാരിക്കണ്ടല്ലോ അവരുടെ വീഡിയോ എടുക്കുന്നതെന്ന് വിചാരിക്കുന്നു. അതാ ഞാൻ പറയാൻ, വഴിയിൽ തിരക്കില്ലായിരുന്നെങ്കിൽ ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ, ഇങ്ങോട്ടേക്ക് കയറാൻ വേണ്ടിയിട്ട്. അന്നത്തെ കാര്യം കുറേ അപ്പോയിൻമെൻറ്റ്സ്, ഈ ഔട്ട് പേഷ്യൻ്റ് അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ വരുന്നത് കൊണ്ട് ഒരുപാട് വണ്ടികൾ വരും. ഇവിടെ ഒന്നും കാർ പാർക്കിങ്ങും ഇല്ല. ഇവിടെ എല്ലാം ഡ്രോപ്പ് ഓഫും പിന്നെ ഇങ്ങനെ ബ്ലൂ ബാഡ്ജ്, അതായത് ഈ ഡിസബിലിറ്റി ബാഡ്ജുകാർക്കുള്ള കാർ പാർക്കിംഗ് മാത്രമേ ഉള്ളൂ. പിന്നെ ആംബുലൻസ്. നമ്മളെവിടെയെങ്കിലും ഒരു ചെറിയ സ്ഥലം കണ്ടുപിടിച്ച് അവിടെ നിന്ന് കാർ സീറ്റ് എടുത്ത് സെറ്റാക്കിയിട്ട് വേണം ഇറങ്ങാൻ. പിന്നെ ഇവിടെ ഒത്തിരി പാർക്കിങ്ങുകാർ സെക്യൂരിറ്റീസ് നിൽപ്പുണ്ട്. അവർ നമുക്ക് പെറ്റി അടിച്ച് തരികയും ചെയ്യും നേരെ ചോനെ നിർത്തിയിട്ടില്ലെങ്കിൽ. അപ്പോൾ നമ്മൾ ഇറങ്ങി സെറ്റായിട്ടൊക്കെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, വീഡിയോ എടുക്കാതെ തിരിച്ചല്ലേ ഒന്നുമില്ലല്ലോ. അപ്പോൾ നമ്മളിവിടെ രജിസ്റ്റർ ചെയ്തിട്ട് ഇവിടെ വന്ന് അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അവർ നമ്മളെ വിളിച്ചിട്ട് വേണം നമ്മൾ കുഞ്ഞിനെ അതൊക്കെ കൊണ്ടുപോകാനായിട്ട്. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഇവിടെ നല്ല മഴയാണ്, അതുകൊണ്ട് ഭയങ്കര സൗണ്ടാണ്. ഞാൻ കാണിച്ചു തരാവേ. പ്രത്യേക ഫീലിംഗ് ഉണ്ട് കേട്ടോ എനിക്ക്. ഞാനിവിടെ ഡെലിവറി കഴിഞ്ഞ് പോയിട്ട് പിന്നെ ഇന്നാണ് വരുന്നത് ഇങ്ങോട്ടേക്ക്. എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആണ്. എൻ്റെ 2 ഡെലിവറിയുടെ സമയത്തും ഇവിടെ നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. സെക്കൻഡ് ഡെലിവറിയുടെ സമയത്തായിരുന്നെങ്കിൽ, പ്രഗ്നൻസിയുടെ സമയത്താണെങ്കിൽ അവർ ഒരുപാട് അപ്പോയിൻമെൻറ്റ്സും സ്കാനിങ്ങും ഒക്കെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ പ്രോട്ടീനൂറിയ ഉണ്ടായിരുന്നത് കൊണ്ട് അവർ കുറച്ച് കൂടുതൽ അപ്പോയിൻമെൻറ്റ്സ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ. എല്ലാവർക്കും UK ഡെലിവറി ആയിട്ട് ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്ന ആൾക്കാരുടെ കഥകളും ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ രജിസ്റ്റർ ചെയ്തപ്പോഴത്തേക്ക് ഏഗുവിൻ്റെ പേര് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അവിടെ റിസപ്ഷനിൽ നിന്ന ആൾക്കാർ എന്നോട് ചോദിച്ചു എന്താണ് ഈ പേരിൻ്റെ അർത്ഥം എന്താണെന്നൊക്കെ ചോദിച്ച്. ലവ്ലി നെയിമാണെന്നൊക്കെ പറഞ്ഞു. ഏകൻകുട്ടൻ്റെ പേരിൻ്റെ അർത്ഥം അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഈ പേര് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എങ്കിൽ അതുകൂടെ കമൻറ്റ് ചെയ്യുക. പേരറിയത്തില്ല എങ്കിൽ പേര് ഏഗൻ പീറ്റർ എന്നാണ് ഞങ്ങളുടെ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ പേര്. ഫസ്റ്റ് ബേബിയുടെ പേര് ഹെയ്ഡൻ പീറ്റർ എന്നാണ്. അപ്പോൾ നമുക്കിനി കോള് വരുന്നിടം വരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്തിരിക്കാം. അജു ഇനി പാർക്ക് ചെയ്തിട്ട് വരണം. നമ്മൾ വാക്സിൻ എടുത്ത കേട്ടോ. കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല. മെഡിസിൻ ഒന്നും കൊടുക്കാൻ പാടില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പനി ഉണ്ടാവില്ല ഈ വാക്സിന്. BCG വാക്സിനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു തടിപ്പ് പോലെ ഉണ്ടാകത്തേ ഉള്ളൂ. അത് തന്നെ സെറ്റിലായിക്കോളും. കുറച്ച് വീക്ക് അത് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് അത് സെറ്റിലാവും. പിന്നെ അത് അതിൽ പ്ലാസ്റ്ററോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ഒരു മെഡിസിനോ അവിടെ ക്രീമുകളോ ഒന്നും പുരട്ടാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതൊക്കെയാണ് കാര്യം. ഇനി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. പിന്നെ കാണാം. അപ്പം നമ്മളുടെ വാക്സിനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. കുഞ്ഞ് ആ സമയത്ത് ഒരു ഇച്ചിരി കരഞ്ഞു, അത് കഴിഞ്ഞ് ഓക്കെ ആയി. ഇപ്പോൾ കുഴപ്പമില്ല, അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുക. ഇനി നമ്മൾ ചെന്നിട്ട് ഫീഡൊക്കെ ചെയ്യാം. ഇപ്പം നമ്മൾ ഫീഡ് ചെയ്യാൻ കൊടുത്തിട്ട് പാല് കൊടുത്തിട്ട് അവൻ കുടിക്കുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഉറങ്ങാനായിട്ടുള്ള ക്ഷീണമാണെന്ന് തോന്നുന്നു. രാത്രിയിൽ അങ്ങനെയൊന്നും ഒരുപാട് ഉറങ്ങിയിട്ടില്ലായിരുന്നു. ഇപ്പം ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു. ഇനി വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും കൊടുക്കാം. പിന്നെ
നമ്മൾ അകത്ത് കയറിയിട്ടുള്ള വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ അവർ അങ്ങനെ എടുക്കരുതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളതൊന്നും എടുത്തിട്ടില്ല. ഇനി നമ്മൾ വീട്ടിൽ ചെന്ന് എല്ലാം സെറ്റായി, കുഞ്ഞിനെ സെറ്റാക്കി. ഹെയ്ഡൻ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മളെ കാണാത്തതുകൊണ്ടുള്ളൊരു സങ്കടം അവനുണ്ട്. ഇന്ന് നമ്മൾ പറഞ്ഞിട്ടൊക്കെ ആയിരുന്നു വന്നത്, പക്ഷെ അവൻ ഓർക്കുന്നില്ലായിരിക്കും. ഇനി ചെന്നിട്ട് അവനുമായിട്ട് സെറ്റാക്കണം, അവനെ ഒന്ന് സെറ്റാക്കണം. അപ്പോൾ ഇനി സെൻറ്റ് മേരീസ്, ഇനി ഈ ഹോസ്പിറ്റലിലൂടെ നമുക്ക് വരേണ്ട ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല. കാരണം ബാക്കിയുള്ള എല്ലാ വാക്സിൻസും ഇനി GPയിലാണ്. അപ്പോൾ GP നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുണ്ട്. ഇനി അവിടെ വെച്ചാണ് എല്ലാ വാക്സിൻസും ഒക്കെ എടുക്കുന്നത്. അതിനി 8 വീക്സ് ഒക്കെ കഴിഞ്ഞിട്ട്, 8 വീക്സിലൊരു അപ്പോയിൻമെൻ്റ് ഉണ്ട്. നമ്മുടെ രണ്ടുപേരുടെയും, അമ്മയുടെയും കുഞ്ഞിനെയും ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് GP ഒരു അപ്പോയിൻമെൻറ്റ് തരും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നുള്ള നെക്സ്റ്റ് വാക്സിൻസ് ഒക്കെ. ഇനി അടുത്ത വാക്സിൻ തൊട്ടാണ് പനി വരാനും കരച്ചിലൊക്കെ ഉണ്ടാവാനും ഒക്കെയുള്ള സാധ്യതകൾ കാണുന്നത്. കരിനാക്കല്ല, അങ്ങനെയാണ്. അത് അവർ തന്നെ പറയുമല്ലോ, നമ്മളോട് പറയും 3 ഡോസ് പാരസിറ്റമോൾ കൊടുക്കണം, ഇതിന് പനി വരും, കുഞ്ഞ് കരയും എന്നൊക്കെ നമ്മളോട് പറയും. നല്ല തണുപ്പുണ്ട് ഇവിടെ. എന്നിട്ട് പിള്ളേരൊക്കെ സ്കൂളിൽ കളിക്കുക. കാണിച്ചുകൂടാ അങ്ങനൊന്നും പിള്ളേരെ, അതുകൊണ്ട് കാണിക്കുന്നില്ല പിള്ളേരെ. അപ്പോൾ ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. തിരക്കായി കഴിഞ്ഞപ്പോൾ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റൂലല്ലോ. ഇനി എടുക്കാൻ പറ്റിയില്ലെങ്കിൽ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇനി കാണും. ബേബി ബേബിക്ക് ഇഞ്ചക്ഷൻ എടുത്ത് ഹേടു. ഹലോ ബേബി. ഇനി അടുത്ത ബേബി കയറി കിടക്കാൻ പോവാ. നൈറ്റ് നൈറ്റ്.